നമസ്കാരം. എല്ലാവർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുവാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ നടന്ന ഫയർമാൻ പരീക്ഷയുടെ സാധ്യതകളെക്കുറിച്ചും അതിനെക്കുറിച്ചൊരു റിവ്യൂ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ്. ഒരുപാട് കൂട്ടുകാർ പേഴ്സണലായിട്ടും അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും കമൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നത്, നമ്മുടെ റിവ്യൂ ചെയ്യാൻ സാധിക്കാതിരുന്നത് കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയതിനാലും അതേപോലെ തന്നെ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള സമയം ലഭിക്കാതിരുന്നതിനാലുമാണ്. അതുകൊണ്ടാണ് വൈകിയ ഈ വേളയിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന പരീക്ഷയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? പരീക്ഷയുടെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ കണ്ടു കാണും. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് ഹാളിലിരുന്ന് എഴുതിയ ആൾക്കാരും പരീക്ഷ കഴിഞ്ഞ് ഹാളിന് വെളിയിൽ വന്നിരുന്ന് എഴുതിയ ആളുകളുമൊക്കെ ധാരാളം പേരുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കുകൾ രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു നിലവാരം നമ്മൾ നോക്കിയാൽ അല്ലേ, ജനറൽ നോളജ് മേഖല നമുക്കറിയാം. 50ഓളം മാർക്കാണ് ജനറൽ നോളജ് മേഖലയിലും ഉണ്ടായിരുന്നെന്നറിയാം. ഇംഗ്ലീഷ്, മലയാളം, കണക്ക് മേഖല 10 മാർക്ക് വീതം 30 മാർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊരു 20 മാർക്കോളം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ സാധാരണഗതിയിൽ ഫോഴ്സിലേക്ക് നടക്കുന്ന ഈ ഒരു പരീക്ഷ എഴുതുന്ന ആളുകൾ ഈ 3 പാറ്റേണിലും എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവർക്ക് ഈ ഒരു പരീക്ഷയുടെ വിജയം എന്നത് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ഭൂമിശാസ്ത്രം അല്ലേ, ജോഗ്രഫി ഉണ്ടായിരുന്നു, ഇന്ത്യൻ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അതേപോലെ സയൻസ് സംബന്ധമായ ചോദ്യങ്ങളുണ്ടായിരുന്നു, എക്കോണമി സംബന്ധമായ ചോദ്യങ്ങളുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, സാഹിത്യം മുതലായ മേഖലകളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും ഒരേപോലെ പ്രശോഭിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പോരാത്തതിന് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളായിരുന്നു കൂടുതലും. എന്നിരുന്നാലും പല ആളുകൾക്ക്, എത്ര നന്നായിട്ട് പഠിച്ച ഒരാളിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു 4ഓളം എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതേപോലെ തന്നെ സയൻസ് ചോദ്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ അറിയുന്ന ആളുകൾക്ക് അത് സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധ ആംഗിളുകളിൽ പ്രാവീണ്യമുള്ള ആളുകൾ സംബന്ധിച്ച് വളരെ എളുപ്പമായിരുന്നു. എന്നിരുന്നാലും അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു 32 മാർക്ക് എന്ന് പറയുന്നത് ഈ GK-യിൽ 50-ൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ പഠനം നടത്തുന്ന ഒരാളിനെ സംബന്ധിച്ച് 32ഓളം മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ 30 മുതൽ 35 വരെ വരാം എന്നുള്ളത് വാസ്തവമാണ്. അതേപോലെ അടുത്ത മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കണക്കിൻ്റെയും സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മലയാളം പൊതുവേ എളുപ്പമായിട്ടാണ് തോന്നിയിരുന്നത്. 10-ൽ 10 ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ശരിയായ പദം തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണമോ 2എണ്ണമോ തെറ്റാം. എന്നിരുന്നാലും ഒരു 8 മാർക്ക് മലയാളത്തിന് കിട്ടും, 8 മാർക്ക്. പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാമർ പോർഷൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും വൊക്കാബുലറി പോർഷൻ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഇരിക്കും. എന്നിരുന്നാലും ഒരു 6 മാർക്ക് അല്ലേ, മലയാളത്തിൻ്റെ 8 മാർക്ക്, ഇംഗ്ലീഷിന് ഒരു 6 മാർക്ക്. ഇനി കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിരുന്ന ചോദ്യങ്ങൾ, എന്നിരുന്നാലും ഒരു 8 മാർക്ക് അവിടെ നിന്ന് പിടിക്കാൻ പറ്റുന്നതായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി 8 8 16, 16 6 22 മാർക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടും. പിന്നെ ഉണ്ടായിരുന്ന മേഖല സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് എളുപ്പമുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവശാസ്ത്രം എന്നുള്ള മേഖല പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു 4ഓളം ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജനറലായിട്ട് നോക്കിയാൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അല്ലേ. ഏതാണ്ട് സെമിത്തേരി കാരണം കത്തുമ്പോൾ അങ്ങനെ ഫോസ്ഫോസ് അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയാൽ അതിൽ നിന്നും ഏകദേശം ഒരു 8ഓളം ചോദ്യങ്ങൾ സിമ്പിളായിട്ട് സയൻസ് പഠിച്ച ഒരാൾക്ക് കിട്ടും. പിന്നെ ആപ്ലിക്കബിൾ ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഒരു 12 മുതൽ 14 മാർക്ക് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഒരു 14ഓളം മാർക്ക് ഈ ഒരു മേഖലയിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ 30ഉം 20ഉം എത്രയാണ് 50 മാർക്ക് വന്നു. 50ഉം 10ഉം 60 മാർക്ക് വന്നു. 60 4 64, 66, 68 ഒരു 68 മാർക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തയ്യാറെടുത്ത് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇന്നലെ നടന്ന പരീക്ഷയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫയർമാൻ ആകണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ ഹാളിലെ അബദ്ധങ്ങൾ സംഭവിക്കുന്നതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു മാർക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. 100 ചെയ്യുന്നയാളിനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അറിയുന്നത് മാത്രം തിരഞ്ഞെടുത്തെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 68 മാർക്ക് എന്ന് പറയുന്നത് ഈസിയായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്ക് തന്നെയാണ്.
അങ്ങനെ 68ഓളം മാർക്കുകൾ ഇവർക്ക് കിട്ടാനായിട്ട് സാധ്യതകളാണ്. അപ്പോൾ ഈ 68 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏതൊക്കെയാണ്? GK പോർഷൻ, അതേപോലെ മലയാളം, ഇംഗ്ലീഷ്, കണക്ക്, പിന്നെ ഏതാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവർ പരീക്ഷകൾ എഴുതുന്നതിൽ അവർക്ക് വന്നിട്ടുള്ള ബുദ്ധിമോശം കാരണമാണ് അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ ഏകദേശം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളൊരു ടെസ്റ്റ് സീരീസ്, അത് LDC മുതൽ LSGS വരെയുള്ള ആ ഒരു സിലബസ് പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 100 ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട്. അതായത് സിലബസിന് 25 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് ഓരോ ഭാഗത്തിനും 4 പരീക്ഷകൾ വീതം നടത്തി അങ്ങനെ 100 ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. അത് ടെലഗ്രാമിലൂടെയാണ് നമ്മൾ നൽകുന്നത്. കോഴ്സിനൊരു മെമ്പർഷിപ്പ് ഫീ ആണുള്ളത്. 100 പരീക്ഷകൾ വെച്ചാൽ 100ൽ കൂടുതൽ പരീക്ഷകൾ ലഭ്യമാകും. റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് ഉണ്ടാവും, സംശയ ദൂരീകരണമൊക്കെ ഉണ്ടാവും. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ LSGSൻ്റെ പരീക്ഷ മെയിൻ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഒരു ഫ്രീ കോഴ്സ്, കംപ്ലീറ്റ് ആയിട്ട് സൗജന്യമായിട്ടുള്ളൊരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ടെലഗ്രാമിലൂടെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഭാസീസ് അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അത് നമ്മൾ ഡിസംബർ 26 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള 41 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കോഴ്സിനും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ ഈ ഫയർമാൻ പരീക്ഷയുടെ കട്ട് ഓഫ് സാധ്യത എത്രയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാം ഏകദേശം ഒരു 61 മാർക്കോളമാണ്. 61.33 മാർക്കായിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഏകദേശം സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റിലും കൂടിയിട്ട് 1100ഓളം ആളുകളെ എടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം അതേ രീതിയിൽ ചിലപ്പോൾ അതിനേക്കാളും കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഫിസിക്കലൊക്കെ കിട്ടി കുറച്ച് ആൾക്കാർ പോകാൻ ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അത് ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാണ് അത് എത്ര പേര് എടുക്കുമെന്ന് PSC പറഞ്ഞിട്ടില്ല. ഫിസിക്കൽ കായികക്ഷമതയൊക്കെ കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ ഒരു നല്ലൊരു മാർക്ക് വെച്ചാൽ 60%-നും 65%-നും ഇടയിൽ മാർക്ക് നേടിയ ആളുകൾ ഫിസിക്കൽ പാസ്സാവുകയാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മളുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം 60-65% മാർക്കുണ്ടെങ്കിൽ ഫിസിക്കൽ പാസ്സാവുകയാണെങ്കിൽ റാങ്ക് പട്ടികയിൽ അവർ ഉൾപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാവണമെന്നില്ല. ഞങ്ങളുടെ ഒരു നിഗമനത്തിലൊരു 60-65-ന് ഇടയിൽ മാർക്ക് നേടുന്ന ആളുകൾക്ക് കായികക്ഷമതാ പരീക്ഷയ്ക്കുള്ള കോൾ ലെറ്റർ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന ഫയർമാൻ പരീക്ഷയുടെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിവിടെ വിലയിരുത്തിയിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്.